നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നലെ നടന്ന WCPO പരീക്ഷയുടെ ഒരു എക്സാം അനാലിസിസ് ആൻഡ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു പ്രഡിക്ഷനിലുള്ള കട്ട് ഓഫ് ആണ് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പഠിപ്പിച്ച ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളൊക്കെ ഇന്നലത്തെ പരീക്ഷയിലുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തലേന്ന് രാത്രി ഇട്ട പോളുകളിൽ നിന്ന് വരെ ചോദ്യം ചോദിച്ചത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് അതിൽ നിന്നൊരു ആവറേജ് ടഫ് എക്സാം എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈസി എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം PSC ഒരു +2 ലെവലിൽ നടത്തിയ എക്സാം വെച്ചിട്ട് ഒരു ടഫ് എക്സാം തന്നെയാണെന്ന് പറയാൻ പറ്റും. പലർക്കും എക്സാം ടഫും ആയിരുന്നു. എക്സാമിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ സയൻസ് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ചോദിച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്തു നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാ, കായികം, സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തവർക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. എൻ്റെ ഗുരുദാതൻ എന്ന കവിതയൊക്കെ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തതെന്ന് എല്ലാവർക്കും അറിയാം, സാഹിത്യമഞ്ജരി. അതിൽ ഏത് ഭാഗമാണെന്ന് വരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രം എഴുതാൻ കഴിയുന്ന രീതിയിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. മാത്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു 6-7 ചോദ്യങ്ങൾ എല്ലാവർക്കും എന്തായാലും കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചവർക്ക്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള BNS, BNSS, BSc ഒക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പോയി. എങ്കിലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് അടക്കം ചോദിച്ചിരുന്നു. വിവരാവകാശ നിയമത്തിൽ നിന്നൊക്കെ നല്ല രീതിയിലൊന്ന് വായിച്ചില്ലെങ്കിൽ അത് നെഗറ്റീവ് അടിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. പിന്നെ മലയാളം കുറച്ചൊന്ന് ടഫാക്കി ചോദിച്ചു. കുറച്ച് എപ്പോഴും നമ്മൾ കണ്ട് പരിചയമുള്ള ചോദ്യങ്ങളല്ലാതെ കുറച്ച് വ്യത്യസ്തതയുള്ള ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്ന് ചോദിച്ചിരുന്നു. ഇംഗ്ലീഷ് സിമ്പിളായിരുന്നു. മലയാളത്തിനെക്കാട്ടിലും ഇംഗ്ലീഷ് സിമ്പിളായിരുന്നു. ഒരു 8 മാർക്ക് വരെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് വരുമ്പോഴത്തേക്കും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ്, അതൊക്കെ SCERTയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ കുറച്ച് നല്ല രീതിയിൽ വായിച്ചാൽ മാത്രം ഉത്തരം എഴുതാൻ കഴിയുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ എന്നത് തെറ്റായ രീതിയിലാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിവേ നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എക്സാം തന്നെയായിരുന്നു. ആവറേജ് ടു ടഫ് എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു എക്സാം ആയിരുന്നു. ഇനി ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ചാനലിലിട്ട പോളുകൾ വെച്ചിട്ടും റേഞ്ച് നമ്മുടെ ഒരു അനാലിസിസിൽ ഒരു 50 മാർക്കിനും 60 മാർക്കിനും ഇടയിൽ റേഞ്ച് നിൽക്കും എന്നാണ് വിശ്വസിക്കുന്നത്. 2024 ഉള്ള പരീക്ഷയുടെ കട്ട് ഓഫ് വരുന്നത് 57 ആയിരുന്നു. 57.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നടന്ന എക്സാം അതിനെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ചും കൂടെ കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 50നും 60നും ഇടയ്ക്ക് 50 മാർക്കിന് മുകളിലോട്ടുള്ളവർ ഫിസിക്കൽ നോക്കി തുടങ്ങുക. ഇപ്പോഴേ പ്രിപ്പറേഷൻ നടത്തിക്കൊള്ളുക. കുറച്ചും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 53നും 58നും ഇടയ്ക്ക് ഒരു 53, 58 റേഞ്ച് ആയിരിക്കും ചിലപ്പോൾ ഒരു കട്ട് ഓഫ് വരുന്നത്. എന്തായാലും 50+ ഉള്ളവർ ഫിസിക്കൽ നോക്കി തുടങ്ങിക്കോളാം. അതിന് താഴോട്ട് പോയവർ വിഷമിക്കേണ്ട. ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരു 48, 49 ഉള്ളവരൊക്കെ ഒരു ഹോപ്പ് വെച്ചേക്കുക. കാരണം ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും താഴ്ന്നു പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട. നെഗറ്റീവൊക്കെ അടിച്ച് കുറേ പേരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അവസരങ്ങളൊന്നും തീർന്നിട്ടില്ല. പരീക്ഷകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പാഠമായിട്ട് കണ്ട് മുന്നോട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്ത മാസം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. ടെലഗ്രാം ചാനലിലും കൂടെ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മുതലായ പരീക്ഷകൾക്ക് നമ്മൾ യൂട്യൂബിലൂടെ സൗജന്യ ക്ലാസ്സുകൾ നൽകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.